ചെവി ക്ലീൻ ചെയ്യാൻ ഒരു പ്രത്യേക ബഡ്സ് അല്ലെങ്കിൽ ഇന്ന സാധനം ഉപയോഗിക്കണം, വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ചീത്ത, ഇയർ ഡ്രം പൊട്ടിപ്പോവും, പണ്ടൊരു പരസ്യത്തിൽ സ്ലൈഡ് വെച്ച് പോയി പൊട്ടണ. ദൈവം നമ്മളെ സൃഷ്ടിച്ചു വിട്ടപ്പോഴത്തേനും ആ ചെവി എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് പുള്ളിക്കാരൻ അതനുസരിച്ചിട്ടാണ് വിട്ടിരുന്നത്. അപ്പോൾ ആ ചെവി തന്നെത്താനെ ക്ലീൻ ആകുന്ന ഒരു അവയവമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് സോപ്പിട്ട് കഴിയാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം തന്നെയുണ്ട്. അത് മൈഗ്രേഷൻ എന്ന് പറയും. അകത്തുനിന്ന് വരുന്ന അത് തന്നെത്താനെ പതുക്കെ പുറത്തോട്ട് വന്ന് തന്നെത്താനെ പുറത്തോട്ട് പോവുകയാണ്. അത് എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഒരു ജോൺസൺ ബഡ്സ് ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വളരെ ചെറിയ ഇതിനകത്ത് എഴുതി നോട്ട് ടു ബി യൂസ്ഡ് ഇൻസൈഡ് ദി ഇയർ. പലപ്പോഴും ഉണ്ടാകുന്ന ഈ ബഡ്സ് വെച്ചിട്ട് നമ്മൾ തള്ളി അകത്തോട്ട് ഇടുകയാണ്. ഞാൻ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ENT ഡോക്ടർമാരെ കാണണം എന്ന് തോന്നുമ്പം നിങ്ങൾ ബഡ്സ് എടുത്ത് ചെവിയിൽ ഇടുക എന്ന് ഞങ്ങൾ പറയും. എന്നുവെച്ചാൽ ബഡ് ഇട്ടാൽ ഇൻവേരിയബിളി അറ്റ് സം പോയിന്റ് ചിലപ്പോൾ ഡോക്ടറെ കാണേണ്ടി വരും. ഒരു ഡയബറ്റിസ് ഉള്ളൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, ചെവിയിൽ ബഡ്സ് ഇട്ടിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനകത്ത് ഇൻഫെക്ഷൻ വന്ന് നമുക്ക് മാസങ്ങളോളം മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരുന്ന ഇഷ്ടംമാതിരി രോഗികളുണ്ട്. എൻ്റെ ഒരു പേഷ്യൻ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന കാരണം അതെന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം പിന്നെയും മരുന്നുകൾ കൊടുക്കുന്ന കുറേ ഇമ്മ്യൂണോ സപ്രഷനുള്ളൊരു വ്യക്തിയും കൂടെയാണ്, റീനൽ പ്രോബ്ലംസും അത് ഇതൊക്കെയുള്ള. ചോദിച്ച് വന്നപ്പോഴും പുള്ളിയുടെ വൈഫ് വന്ന് വളരെ രഹസ്യമായിട്ട് വന്നിട്ട് പറഞ്ഞു, മാഡം ചോദിക്കണം, പുള്ളി ചെവിക്കകത്ത് യൂറിൻ ഒഴിക്കുന്നുണ്ട്, ചെവി സ്റ്റെറൈലായിട്ട് വെക്കാൻ. ഓരോരുത്തരുടെ റിലീജിയസ് പ്രാക്ടീസസോ അല്ലെങ്കിൽ ബിലീഫ്സൊക്കെയാണ്. റിക്കറൻ്റ് ആയിട്ട് അതിനകത്ത് ഈക്വളൈ എന്നുള്ളൊരു ഇൻഫെക്ഷൻ മാറുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ആൾക്കാർ ആ ചെവിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്.